ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദൗത്യം തന്നെ തേങ്ങ തിരുമുക എന്നുള്ളതാണല്ലോ. ഈ മിഷ്യൻ വന്നതിന് ശേഷം അത് സുഖകരമായൊരു പരിപാടിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ആദ്യ സമയമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഋഷിക്കുട്ടനെ കുറച്ച് ഉള്ളിയൊക്കെ കൊടുത്ത് ഇവിടെ സമാധാനിപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ തേങ്ങ തിരുമുന്ന സമയത്ത് അമ്മ ദാ ഉള്ളിയെല്ലാം ചെറുതായിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് വെളുത്തുള്ളി പൊളിച്ചപ്പോൾ ഋഷിക്കുട്ടൻ ഒരു വെളുത്തുള്ളി കൂടി കൊടുത്തു. ഈ മിഷ്യനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ അടിപൊളിയാണ് കേട്ടോ. ആദ്യം കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങ് തേങ്ങ തിരുമി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ക്ലീനായിട്ട് തേങ്ങ മൊത്തം അങ്ങ് ചുരണ്ടി പോരും. അപ്പോൾ തോനെ തേങ്ങാപ്പീരിയുടെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലൊരു മിഷൻ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയവും ലാഭിച്ചെടുക്കാൻ പറ്റും, എളുപ്പത്തിൽ തന്നെ പണിയെല്ലാം തീർത്ത് എടുക്കാനും പറ്റും. അപ്പോൾ കുറച്ചധികം തന്നെ തേങ്ങ ഇങ്ങനെ ഇളകി പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 10ഓളം തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പീസൊന്നും അധികമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് നമ്മൾ ഏത് തേങ്ങ എടുത്താലും കുറച്ചൊക്കെ ഇളകി പോരുമല്ലോ. അപ്പം നാടൻ തേങ്ങയാണ് നമ്മൾ ഈ ചമ്മന്തിപ്പൊടിക്ക് നല്ലത്. ഉള്ളിയെല്ലാം ഇങ്ങനെ വട്ടത്തി ഇങ്ങ് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും കൊത്തിപ്പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. പിന്നെ വറ്റൽമുളകാണ് നമ്മൾ എടുക്കുന്നത്, അതും എടുത്തിട്ടുണ്ട്. കറിവേപ്പില സൗന്ദര്യം എനിക്ക് ആസ്വദിച്ചിട്ടും തീരുന്നില്ല. പിന്നെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ചമ്മന്തിപ്പൊടിയുടെ പരിപാടിയിലോട്ട് കിടക്കാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും പോയി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നെങ്കിലേ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഇതിനകത്ത് 134 ഗ്രാമാണ് പുളി കാണിച്ചത്. പക്ഷേ അത്രയും പുളി വേണ്ട കേട്ടോ, കുറച്ച് പുളി മതിയാവും. അമ്മയ്ക്കെല്ലാം ഒരു കൈയളവിലാണ് ചെയ്യുന്നത്. ഞാൻ കപ്പളവും ഗ്രാമളവും ഒക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ ഈ തേങ്ങാപ്പീരിയുടെയൊക്കെ അളവ് വെച്ചിട്ടാണ് ഇതെല്ലാം എടുത്ത് ചേർക്കുന്നത്. അപ്പം ഞാനായിട്ടെടുത്ത് അളന്ന് വെച്ചതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ അമ്മ കുറച്ചിട്ടാണ് ഇട്ടത്. ഏകദേശം ഒരു 100 ഗ്രാമോളം ഇടാൻ കേട്ടോ. 34 ഗ്രാം അങ്ങ് മാറ്റിയേരെ. പിന്നെ നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കണം. അപ്പം മുളക് ഏകദേശം ഒരു 75 ഗ്രാമുണ്ട്. കുരുമുളക് ഒരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. കായ ഒരു ചെറിയ പീസ്, ഉള്ളി ഒരു 250 ഗ്രാമുണ്ട്. ഉഴുന്നൊരു 2 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. മല്ലി ഒരു 2 ടേബിൾ സ്പൂൺ, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ വെളുത്തുള്ളി ഒരു 100 ഗ്രാമോളം ഉണ്ട്. പിന്നെ ഇഞ്ചിയും ഒരു 100 ഗ്രാം, പുളി ഒരു 100 ഗ്രാം എടുത്താൽ മതിയായി. ഇത്രയും കൂടെ ചേർക്കുന്നുണ്ട്. പുളി നമ്മൾ ചേർക്കുന്നത് കുറച്ചധികം ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ പുളി ചേർത്ത് കൊടുക്കാവൂ. നേരത്തെ ചേർത്ത ഈ പുളി ഒന്ന് കരിഞ്ഞു പോകുന്നത് പോലെ ആയിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തോന്നു വരുമ്പോൾ മാത്രം ഈ പുളി ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. തീയും ശ്രദ്ധിക്കണം. നമ്മൾ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ തീ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചോണം. ഈ ബ്രൗൺ നിറമൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. ഈ നിറം മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതലങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. എന്നാൽ നല്ലതായിട്ട് മൂത്ത് കിട്ടുകയും വേണം. ആ ഒരു രീതിക്ക് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. ഒരു 2-3 നാരകത്തില കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇല കിട്ടാഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാഞ്ഞത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്തുന്ന് തോന്നുന്ന സമയത്ത് ഇത് താഴോട്ട് ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് തണുക്കുമ്പോൾ പൊടിച്ചെടുത്താൽ ചമ്മന്തിപ്പൊടി റെഡിയായി.